നിങ്ങളെ സങ്കടങ്ങൾക്ക്, നിങ്ങളുടെ കണ്ണുനീരുകൾക്ക്, നിങ്ങളെ പ്രതിസന്ധികൾക്ക്, നിങ്ങളെ പ്രയാസങ്ങൾക്ക്, കഷ്ടപ്പാടുകൾക്ക്, പട്ടിണികൾക്ക്, ദാരിദ്ര്യങ്ങൾക്ക്, നിങ്ങളെ കടങ്ങൾക്ക്, നിങ്ങളെ വിഷമങ്ങൾക്ക്, മനസ്സിന്റെ അകത്ത് നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങൾക്ക് പരിഹാരമാണ് ശൈഖുനാ സിഎം വലിയുള്ളാഹ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഒരു ഷോർട്ടായിട്ടും ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വീണ്ടും ചില ആളുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ ചോട്ടിൽ നിങ്ങൾ കണ്ടു ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് എക്സ് മുസ്ലിങ്ങളും നിരീശ്വരവാദികളും അവർ ഇത് വല്ലാതെ ട്രോളിക്കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇത് അയച്ചു തന്നുകൊണ്ട് പറഞ്ഞു, എന്താണ് ഈ ചെറുക്കനൊക്കെ സുഖല്ലേ എന്നുള്ളത്. അത് കുറച്ച് മുമ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റൂല. തെറ്റ് തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. CM മടവൂരിനോടല്ല നമ്മുടെ പ്രശ്നങ്ങൾ പറയേണ്ടത്, അള്ളാഹുവിനോടാണ്. അള്ളാഹു ആരാണ്? അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റുമോ? അള്ളാഹു ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു തെളിവും ഇല്ലാണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. അതാണ് മുഅ്മിന്റെ സ്വഭാവം. അതിലൊന്നും ആർക്കും ഒരു സംശയം വേണ്ട. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ട്രോളുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആരും വഞ്ചിതരാകേണ്ടതില്ല. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാണാതെ വിശ്വസിക്കുന്നവർ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്നെയും ഞാൻ പറഞ്ഞതും നിങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെ മുൻപിൽ കൺമുമ്പിൽ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഒരു വിശ്വാസി സമൂഹം ഇവിടെ വരാനുണ്ട്. എന്നെ കാണാതെ ഞാൻ പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മത്ത് ഇവിടെ വരാനുണ്ട് എന്നുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് തന്നെ പറഞ്ഞു വെച്ചതാണ്. നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. കാര്യം ആ പറഞ്ഞതെല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ആ പറഞ്ഞതിനെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. പിന്നെ പരിശുദ്ധ ഖുർആനെ വിമർശിക്കുവാൻ വേണ്ടി പഠിച്ചിട്ട് പരിശുദ്ധ ഖുർആനില് ലൂപ്പ് ഹോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ട് അതിനെ ഒരു അന്തവുമില്ലാതെ വിമർശിക്കുകയും അത് ട്രോളുകളാക്കി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്നല്ല, എക്സ്പയർ മുസ്ലിം എന്നാണ് അവരെയൊക്കെ പറയേണ്ടത്. അതൊക്കെ എക്സ്പയർ ആയി പോയിട്ടുണ്ട്. വിശ്വാസം എക്സ്പയർ ആകും. അവന്റെ ഇച്ഛകൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുവാൻ ഇവിടെ കഴിയുന്നില്ല എങ്കിൽ അവൻ എക്സ്പയർ ആയി പോകും. അവന്റെ താല്പര്യങ്ങൾക്ക്, ഇച്ഛകൾക്ക് വേണ്ടിയിട്ട് അവൻ മറ്റു പല വഴികളും തേടും എന്നുള്ളതാണ്. ഇനി ഒരു ഉസ്താദ്, ഇതും നമ്മൾ മുമ്പ് കാണിച്ചതാണ്, ഇതിനോടനുബന്ധമായിട്ട് ഇതൊന്ന് കേൾക്കേണ്ടതുണ്ട്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്താൽ അത് ശിർക്കാണ്. അത് യഥാർത്ഥ തൗഹീദിന് വിരുദ്ധമാണ്. സൃഷ്ടികളെ വിളിച്ച് സഹായം തേടിയാൽ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയ്ക്ക് എതിരാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റവും കേൾപ്പും പണ്ഡിതന്മാർക്കുണ്ടാകും. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തിന്റെ സമയത്ത് ഈ ലോകത്തു നിന്നും പിരിയാൻ നേരത്ത് മകൻ യഹ്യ ഔസിന ഞങ്ങൾക്ക് വസിയത്ത് ചെയ്യണം, ഞങ്ങൾക്ക് അതിപ്രധാനമായി ഉപദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ തവക്കൽ അലല്ലാഹ്, മകനെയും പരിസരത്തിരുന്ന് ഉപദേശിക്കുകയാണ്, അള്ളാഹുവിൽ മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിക്കണം. നീ മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹു ഏൽപ്പിക്കണം മകനെ. ഇസ്ലാമില്ല, നീ സഹായം തേടുന്ന അള്ളാഹുവോട് മാത്രമേ ആകാവൂ. അള്ളാഹുവിനോട് സഹായം തേടണം, സൃഷ്ടിയോട് സഹായം തേടരുത്. നിന്നെ രക്ഷിക്കാനും സഹായിക്കാനും നിന്റെ കാര്യങ്ങൾ നോക്കാനും അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതൊന്നും അള്ളാഹുവോട് സഹായം ചെയ്യും എന്ന് തുടങ്ങിയ തൗഹീദിന്റെ ഉപദേശങ്ങൾ നൽകിയ മഹാനായ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരെ പറ്റിയാണ് ഇന്ന് അദ്ദേഹത്തിന് 1000 പ്രാവശ്യം വിളിച്ചാൽ ദ്രുതഗതിയിൽ അദ്ദേഹം ഹാജരാകുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്നുള്ള പ്രചരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ലേബലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. 1000 പ്രാവശ്യം വിളിച്ചാൽ മാത്രമാണോ? 1000 പ്രാവശ്യം വിളിച്ചാൽ എന്നുള്ളത് സദഖത്തുല്ലാഹി കാഹിരി എഴുതി വെച്ചപ്പോ കാലി മുഹമ്മദ് എഴുതിയത് എന്താണ്? വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നവർന്ന. അത് ഒരു സഹോദരൻ, ആ സഹോദരൻ എനിക്ക് വിളിച്ചുകൊണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം മറ്റൊരു മുസ്ലിയാരോട് ചോദിച്ചു അത്രേ, അല്ല ഉസ്താദെ, ഇങ്ങനെ വല്ല നിലത്തൊന്നും വിളിച്ചാല് മൊയ്തീൻ ഷെയ്ഖ് ഉത്തരം ചെയ്യുമോ? എന്താങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് കിടക്കണെന്ന്. അപ്പൊ ആ ഉസ്താദ് ഈ സഹോദരന് ഈ വിളിച്ച, എനിക്ക് കോൾ ചെയ്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്ന ആളോട് പറഞ്ഞത്, അത് അങ്ങനെയൊന്നുമല്ല, അത് ഈ ആളുകള് എഴുതിണ്ടാക്കിയപ്പോ പേച്ചതാണ്, പിന്നെ പാടിയും കൊണ്ട് കിടക്കുമ്പോൾ പേച്ചതാണ്, അവരുടെ വിശ്വാസം പിഴച്ച വിശ്വാസമായതാണ്. അത് അങ്ങനെയൊന്നുമല്ല. ഈ പണ്ട് കാലത്ത് കത്ത് കൊടുത്തയക്കോത്രേ. കത്തൊരു ദൂതന്റെ അടുത്ത് കൊടുത്തു വിട്ടാല് അവിടെ നിന്ന് അതിന് മറുപടി വായ് കൊണ്ടല്ലാതെ തന്നെ കത്ത് എഴുതുന്ന ആ ഒരു സമ്പ്രദായമാണ് ഉള്ളത്. ഇപ്പൊ ഒരു കത്ത് കൊടുത്തയച്ചോ, കത്ത് വായിച്ചു, ആ കത്ത് ദൂതന്റെ അടുത്ത് തന്നെ അതിന് മറുപടി ആയിട്ട് എഴുതി കൊടുക്കുകയാണ്. ആ വായ് കൂടാതെ ഉത്തരം കൊടുക്കുന്ന കത്ത്
തിരിച്ച് കത്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു മറുപടി കത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഉസ്താദ് പറഞ്ഞത് എന്താണ്? നേരത്തെ പറഞ്ഞ ആ സഖാഫി ബിരുദം എടുത്ത ആളുകളെ പറ്റിച്ച് പിരിവിൻ നിലാവും അറവിൻ നിലാവും നടത്തുന്ന ആ സഫ്വാൻ സഖാഫി അയാൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്തടങ്ങേറുണ്ടെങ്കിലും നേരെ വിളിച്ചോളേ CM-നെ എന്നാ പറഞ്ഞത്. CM-ന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞാണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അതെന്താണെന്നുള്ളത് ഏകദേശം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നാം ആരെയാണ് ആശ്രയിക്കേണ്ടത്? നാം ആരുടെ മുമ്പിലാണ് കുമ്പിടേണ്ടത്? നാം ആരോടാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്? നാം ആരെയാണ് ഭരമർപ്പിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്രയായിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ഈ ജാതി, ഈ കൗമിനെ ജാഹിലീങ്ങള്, ജഹാലത്തിന്റെ വക്താക്കൾ എന്നല്ലാതെ എന്താണ് പറയുക? സഹോദരന്മാരെ, തിരിച്ചറിയുക, മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യം മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാന്റെ അപാരമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇവർ പിഴച്ച വിശ്വാസധാരയിൽ നിന്ന് പിന്നീട് കുഫറിലേക്കും മറ്റുള്ള അള്ളാഹുവിന്റെ ദീൻ, നേരത്തെ നമ്മളൊരു വീഡിയോ കാണിച്ചിരുന്നു, ഇന്നദ്ദീൻ ഇന്ദല്ലാഹി സമസ്ത എന്ന് പറയുന്ന ആ ആളുകൾ പിന്നീട് അതും തള്ളിക്കൊണ്ട് അള്ളാഹുവിനെയും തള്ളിക്കൊണ്ട് ഇവരുടെ ആരാധ്യ പുരുഷന്മാരായ ഇവരുടെ ആലിഹകളായ ഈ ആളുകളെയും കൊണ്ട് ഈ ജാറവും ഏറ്റി ഇവർ നടക്കുക തന്നെയാണ് ചെയ്യുക. അതിന് അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആരെയാണ് നാം ഭരമർപ്പിക്കേണ്ടത്? ആരെയാണ് നാം വിളിച്ചു തേടേണ്ടത്? ആരോടാണ് നാം നമ്മുടെ ആവലാദികൾ പറയേണ്ടത്? ഒരു തൗഹീദി പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്രഹത്തിന്റെ ആണപ്പട്ടാളം പരിശുദ്ധമായ കഅബ ശരീഫ് തകർക്കാൻ വന്നപ്പോ ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് മക്കാ മുശ്രിക്കുകളുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ ഭവനത്തിന്റെ രക്ഷിതാവായ അല്ലാഹ്, ഈ ഗേഹത്തിന്റെ രക്ഷിതാവായ അല്ലാഹ്, കടന്നു വരുന്ന സർവായുധ സജ്ജരായ സൈന്യത്തിന്റെ മുന്നിൽ പോരാടി നിൽക്കാനുള്ള സൈന്യ സന്നാഹം ഞങ്ങളുടെ കയ്യിലില്ല രക്ഷിതാവേ. അതുകൊണ്ട് ഈ ഭവനത്തെ രക്ഷിക്കേണ്ടത് നിന്റെ ബാധ്യതയാണല്ലാ എന്ന് വിളിച്ച് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ആനപ്പട്ടാളത്തെ കൊണ്ട് നിന്റെ രക്ഷിതാവ് ചെയ്തതെന്താണെന്ന് താങ്കൾ കണ്ടുവോ പ്രവാചകരെ? ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ കുതന്ത്രങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടവരായി തീർന്നില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. പക്ഷെ അവരുടെ വിശ്വാസത്തിന്റെ കുഴപ്പം എന്തായിരുന്നു? അള്ളാഹുവിലേക്ക് നേരിട്ട് പോകാൻ പാടില്ല, അള്ളാഹിനെ നേരിട്ട് വിളിക്കാൻ പാടില്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ചില ഇടയാളന്മാർ ആവശ്യമുണ്ട്. അതാണ് ലാത്ത, അതാണ് ഉസ്സ, അതാണ് മനാത്ത, അതാണ് ഹബല. അന്ന് ലാത്തയാണെങ്കിൽ ഇന്ന് മൊയ്തി ഷെയ്ഖാണ്, അന്ന് ഉസ്സയാണെങ്കിൽ ഇന്ന് മമ്പറത്ത് തങ്ങളാണ്, അന്ന് മനാത്തയാണെങ്കിൽ ഇന്ന് അജ്മീറിലെ ഖോജയാണ്, അന്ന് ഹബലയായിരുന്നെങ്കിൽ ഇന്നുള്ള ആളത്ത് തങ്ങളാണ്. അതല്ലാതെ മറ്റു വിശ്വാസമില്ല സഹോദരങ്ങളെ. അവര് വിളിച്ചത് ലാത്തയാണ്, നമ്മൾ വിളിക്കുന്നത് മൊയ്തി ഷെയ്ഖിനെയാണ്. ഷിർക്കാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ലാത്തക്കോ ഈ ഉസ്സക്കോ ഈ മനാത്തക്കോ ഹബലക്കോ സ്വയം കഴിവുണ്ട് എന്ന് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. എന്തായിരുന്നു അവരുടെ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. നാദാ, ഞങ്ങളിതാ ഹാജരായിരിക്കുകയാണ്. ഹജ്ജിന്റെ വേളയിൽ മക്കാ മുശ്രിക്കുകൾ ചൊല്ലിയ തൽബിയത്താണ്. നാദാ, ഞങ്ങളിതാ ഹാജരായിരിക്കുകയാണ്. എങ്ങനെയുള്ള രക്ഷിതാവാണ് നീ? ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് പങ്കുകാരില്ല നാദാ, നിനക്ക് പങ്കുകാരില്ല, നിനക്ക് പങ്കുകാരില്ല. ആരാണ് പറയുന്നത്? മക്കാ മുശ്രിക്കുകളാണ് പറയുന്നത്. എന്നിട്ട് അവർ ബാക്കി പറയുകയാണ്, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഏത് തരത്തിലുള്ള പങ്കുകാരല്ലാതെ ആ പങ്കുകാർ നിന്റെ അധീനതയിലാണ്, ആ പങ്കുകാർക്കുള്ളതെല്ലാം നിന്റെ അധീനതയിലാണ്, ആ പങ്കുകാരുടെ കഴിവുകളെല്ലാം നിന്റെ കഴിവാണ്. നീ കൊടുത്ത
കഴിവാണ്, നിന്റെ കീഴിലുള്ള കഴിവാണ്. ഇതാരാ പറഞ്ഞത്? മക്ക മുശ്രിക്കുകളാണ് പറഞ്ഞത്. എന്നിട്ടും അവരുടെ വിളി എന്തുകൊണ്ട് ശിർക്കായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിർക്കാണെന്ന് പഠിപ്പിച്ചു തന്നുകൊണ്ട് ഷിർക്കായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാത്തയെ വിളിച്ചാൽ മാത്രമല്ല, മൊയ്തീൻ ശൈഖിനെ വിളിച്ചാലും ഷിർക്കാകും, മമ്പറത്ത് തങ്ങളെ വിളിച്ചാലും ഷിർക്കാകും. സഹോദരങ്ങളെ, ഈ ഇസ്തിഗാസ എന്ന് പറയുന്ന ഇസ്തിഗാസത്തു ബിൽ ഔലിയാ വൽ അംബിയാ എന്ന് പറയുന്ന കാര്യം ഇസ്ലാമിലുള്ളതാണോ? ശരിക്ക് ഇസ്ലാം പഠിപ്പിച്ചതാണ്? നിങ്ങളൊന്ന് നോക്ക്. തിന്നുന്നതിന് മുമ്പ് പ്രാർത്ഥനയുണ്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുണ്ട്, വെള്ളം കുടിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, കുടിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുണ്ട്, വീട്ടിൽ കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ചെരുപ്പ് ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, പള്ളി കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട്, അങ്ങാടി കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ബാത്റൂമിൽ കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ജീവിതത്തിൽ ഏത് മേഖലയിലാണ് പ്രാർത്ഥന പഠിപ്പിച്ചരാത്തത്? ഈ പ്രാർത്ഥന പള്ളി കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലി അബ്വാബ മിൻ ഫദ്ലിക്, വീട്ടിൽ കയറുമ്പോൾ പ്രാർത്ഥന, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന. ഏത് പ്രാർത്ഥനയിലാണ് അല്ലാഹുമ്മ 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 എന്നല്ലാതെ യാ നബി, യാ അയ്യുഹൻ നബി, യാ ഔലിയാ, യാ അംബിയാ എന്ന് വിളിച്ചിട്ടൊരു പ്രാർത്ഥന എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ സഹോദരൻ? അതിന്റെ അർത്ഥം എന്താണ്? ഇസ്ലാം അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. അല്ലാത്തവരെ വിളിച്ച്, ദൈവമല്ലാത്തവരെ വിളിച്ച്, ശിഷ്ടാവല്ലാത്തവരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയിലും അല്ലാഹുമ്മ എന്നല്ലാത്ത മറ്റൊന്ന് നമ്മളെ കൊണ്ട് കാണാനും കഴിയില്ല. മാത്രമല്ല സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നബിമാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അയ്യൂബ് നബിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. സക്കരിയ നബിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. ഈസാ നബിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയതായി അവിടെ കാണാൻ നമുക്ക് കഴിയുക?